ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മധുരമ പി എസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ഫെബ്രുവരി മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കറണ്ട് അഫേഴ്സിൽ ഫസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ഭാരതരത്ന പുരസ്കാരത്തെക്കുറിച്ചാണ്. സാധാരണയായി വർഷത്തിൽ 3 പേർക്കൊക്കെയാണ് രാഷ്ട്രപതി ഈ ഒരു പുരസ്കാരത്തിന് അംഗീകാരം നൽകുന്നത്. എന്നാൽ 2024 പതിവിലും വിപരീതമായി 5 പേർക്കാണ് ഭാരതരത്ന പുരസ്കാരത്തിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ 5 പേർ ആരൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ വ്യക്തിയാണ് കർപ്പൂരി ടാഗോർ. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ടാഗോർ. അടുത്ത വ്യക്തിയാണ് മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനി. അതുപോലെ മുൻ പ്രധാനമന്ത്രിമാരായ PV നരസിംഹറാവു, അതുപോലെ ചൗധരി ചരൺ സിംഗ്. അടുത്ത വ്യക്തിയാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആരാണ്? MS സ്വാമിനാഥൻ. അപ്പോൾ ഇത്രയും പേർക്കാണ് 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ്? ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ടാഗോർ, അതുപോലെ മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനി, അതുപോലെ മുൻ പ്രധാനമന്ത്രിമാരായ PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, അതുപോലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്, അതുപോലെ കാർഷിക ശാസ്ത്രജ്ഞനൊക്കെയായ MS സ്വാമിനാഥൻ. ഒന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ PSC ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ചോദ്യമാണ് 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചവർ ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ LK അദ്വാനി ഒഴികെ, അതായത് LK അദ്വാനി ഒഴികെ ബാക്കി 4 പേർക്കും 2024 മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചവർ ആരൊക്കെയാണ്? കർപ്പൂരി ടാഗോർ, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ. 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചവർ കർപ്പൂരി ടാഗോർ, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ. ഓർത്തു വയ്ക്കുക. പിന്നെ ഇതിൽ ഓർത്ത് വെക്കേണ്ട 2 പോയിൻറ്റ്സും കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് 2024 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? MS സ്വാമിനാഥനാണ് 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി. ഓർത്തു വയ്ക്കുക. അതുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ചോദ്യമാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച 50ാമത്തെ വ്യക്തി ആരാണ്? LK അദ്വാനിയാണ്. ഭാരതരത്ന പുരസ്കാരം ലഭിച്ച 50ാമത്തെ വ്യക്തി LK അദ്വാനി. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഒന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? ഉറുദു കവിയും ഹിന്ദി ഗാനരചയിതാവുമായ ഗുൽസാർ, അതുപോലെ സംസ്കൃത പണ്ഡിതനായ ജഗദ്ഗുരു രാംഭദ്രാചാര്യ. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ഉറുദു കവിയും ഹിന്ദി ഗാനരചയിതാവുമായ ഗുൽസാർ, അതുപോലെ സംസ്കൃത പണ്ഡിതനായ ജഗദ്ഗുരു രാംഭദ്രാചാര്യ. നെക്സ്റ്റ്, ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശ യാത്ര നടത്തുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ടവർ 4 പേരാണ്. അതിൽ ആദ്യത്തെ വ്യക്തിയാണ് മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. അതുപോലെ ഉത്തർപ്രദേശിൽ നിന്നുള്ള അങ്കിത് പ്രതാപ്, ഉത്തർപ്രദേശിൽ നിന്നും തന്നെയുള്ള ശുഭാംശു ശുക്ല, അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള അജിത് കൃഷ്ണൻ. ഓർത്തു വയ്ക്കുക. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശ യാത്ര നടത്തുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ടവർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അതുപോലെ അങ്കിത് പ്രതാപ്, ശുഭാംശു ശുക്ല, അജിത് കൃഷ്ണൻ. നെക്സ്റ്റ്, കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? കളമശ്ശേരി. കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? ആൻസർ കളമശ്ശേരി. നെക്സ്റ്റ്, ലോക്സഭയിലെ മികച്ച പ്രകടനത്തിനുള്ള 2023 ലോകമത് പുരസ്കാരം നേടിയ മലയാളി ആരാണ്? ശശി തരൂരാണ്. ലോക്സഭയിലെ മികച്ച പ്രകടനത്തിന് 2023 ലോക്മത് പുരസ്കാരം നേടിയ മലയാളി. നെക്സ്റ്റ്, മികച്ച നവാഗത പാർലമെൻറ്റേറിയന് നൽകുന്ന 2023 ലോകമത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജോൺ ബ്രിട്ടാസ്. മികച്ച നവാഗത പാർലമെൻറ്റേറിയന് നൽകുന്ന 2023 ലോകമത് പുരസ്കാരം ലഭിച്ചത് ജോൺ ബ്രിട്ടാസ്. നെക്സ്റ്റ്, 2024 ഫെബ്രുവരിയിൽ ലോക്പാൽ അധ്യക്ഷനായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് ഖാൻവിൽക്കർ. 2024 ഫെബ്രുവരിയിൽ ലോക്പാൽ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് ഖാൻവിൽക്കർ.
നെക്സ്റ്റ്, 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഏതാണ്? മാർഗ്ഗദീപം. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് മാർഗ്ഗദീപം. നെക്സ്റ്റ്, തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമൻ. നെക്സ്റ്റ്, 2024 G20 ഉച്ചകോടി വേദി എവിടെയാണ്? ബ്രസീലാണ്. 2024 G20 ഉച്ചകോടി വേദി ബ്രസീൽ. അതുപോലെ ബ്രസീൽ G20 ഉച്ചകോടിയുടെ ആപ്തവാക്യം എന്താണ്? നീതിപൂർവമായ ലോകവും സുസ്ഥിര ഭൂമിയും. അതായത് ബ്രസീൽ G20 ഉച്ചകോടിയുടെ ആപ്തവാക്യം എന്താണ്? നീതിപൂർവമായ ലോകവും സുസ്ഥിര ഭൂമിയും. ഓർത്തുവെക്കുക. നെക്സ്റ്റ്, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹം, കടുവ, ചീറ്റ, പുള്ളിപ്പുലി, ഹിമപ്പുലി, പ്യൂമ, ജാഗ്വർ തുടങ്ങിയ 7 കാറ്റ് ഫാമിലിയിൽ ഉൾപ്പെട്ട മൃഗങ്ങളുടെ സംരക്ഷണത്തിന് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അന്താരാഷ്ട്ര സഖ്യം ഏതാണ്? ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹം, കടുവ, ചീറ്റ, പുള്ളിപ്പുലി, ഹിമപ്പുലി, പ്യൂമ, ജാഗ്വർ തുടങ്ങിയ 7 കാറ്റ് ഫാമിലിയിൽ ഉൾപ്പെട്ട മൃഗങ്ങളുടെ സംരക്ഷണത്തിന് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അന്താരാഷ്ട്ര സഖ്യം ഏതാണ്? ഇൻ്റർനാഷണൽ ബിഗ് അലയൻസ്. നെക്സ്റ്റ്, ന്യൂഡൽഹി മാരത്തോണിൽ കിരീടം നേടിയ ആർമിയുടെ മലയാളി താരം ഗോപി തോന്നയ്ക്കൽ. ന്യൂഡൽഹി മാരത്തോണിൽ കിരീടം നേടിയ ആർമിയുടെ മലയാളി താരം ഗോപി തോന്നയ്ക്കൽ. നെക്സ്റ്റ്, കേരളത്തിൽ സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രി തിരുവനന്തപുരത്തെ RCC ആണ്. കേരളത്തിൽ സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രി. നെക്സ്റ്റ്, ഓഫീസുകളിൽ സ്റ്റീൽ പാത്രങ്ങളിൽ ചൂടോടെ ഉച്ചയൂൺ എത്തിക്കുന്നതിനായി കുടുംബശ്രീയുടെ പദ്ധതി ലഞ്ച് ബെൽ. ഓഫീസുകളിൽ സ്റ്റീൽ പാത്രങ്ങളിൽ ചൂടോടെ ഉച്ചയൂൺ എത്തിക്കുന്നതിനായി കുടുംബശ്രീയുടെ പദ്ധതി ലഞ്ച് ബെൽ. നെക്സ്റ്റ്, വൈദ്യുത കാർ നിർമ്മാതാക്കളായ വിൻഫാസ്റ്റിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മാണശാല ഏത് സംസ്ഥാനത്താണ് വരുന്നത്? തമിഴ്നാട്ടിലാണ് വരുന്നത്, തൂത്തുക്കുടിയിൽ. ഓർത്തുവെക്കുക. വൈദ്യുത കാർ നിർമ്മാതാക്കളായ വിൻഫാസ്റ്റിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മാണശാല ഏത് സംസ്ഥാനത്താണ് വരുന്നത്? തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാട്ടോ വരുന്നത്. ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2024 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം ഏതാണ്? സുദർശൻ സേതു. 2024 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം സുദർശൻ സേതു. നെക്സ്റ്റ്, കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നാണ് ഗോംബസ് സാംബൂരിനോറം എന്ന പുതിയ ഇനം ഫംഗസിനെ കണ്ടെത്തിയത്? എവിടെ നിന്നാണ്? വയനാട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നാണ് ഗോംബസ് സാമൂരിനോറം എന്ന പുതിയ ഇനം ഫംഗസിനെ കണ്ടെത്തിയത്? വയനാട്. നെക്സ്റ്റ്, 2024 ഫെബ്രുവരിയിലെ കണക്കുപ്രകാരം യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങൾക്ക് എത്ര ഉപഗ്രഹങ്ങളാണുള്ളത്? യുറാനസിന് 28 ഉപഗ്രഹങ്ങൾ, നെപ്റ്റ്യൂണിന് 16 ഉപഗ്രഹങ്ങൾ. നെപ്റ്റ്യൂണിനെ ചുറ്റുന്ന 2 ഉപഗ്രഹത്തെയും യുറാനസിനെ ചുറ്റുന്ന 1 ഉപഗ്രഹത്തെയുമാണ് 2024 ഫെബ്രുവരിയിൽ കണ്ടെത്തിയത്. നെപ്റ്റ്യൂണിനെ ചുറ്റുന്ന 2 ഉപഗ്രഹത്തെയും യുറാനസിനെ ചുറ്റുന്ന 1 ഉപഗ്രഹത്തെയുമാണ് 2024 ഫെബ്രുവരിയിൽ കണ്ടെത്തിയത്. യുറാനസിൻ്റെ ഉപഗ്രഹത്തിന് S2023 U1 എന്നും നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹങ്ങൾക്ക് S2023 N1 എന്നും അതുപോലെ S2002 N5 എന്നാണ് പേരുകൾ നൽകിയിരിക്കുന്നത്. ഓർത്തുവെക്കുക. 2024 ഫെബ്രുവരിയിലെ കണക്കുപ്രകാരം യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങൾക്ക് എത്ര ഉപഗ്രഹങ്ങളാണുള്ളത്? യുറാനസിന് 28 ഉപഗ്രഹങ്ങളും നെപ്റ്റ്യൂണിന് 16 ഉപഗ്രഹങ്ങളും. നെപ്റ്റ്യൂണിന് ചുറ്റുന്ന 2 ഉപഗ്രഹത്തെയും യുറാനസിനെ ചുറ്റുന്ന 1 ഉപഗ്രഹത്തെയുമാണ് കണ്ടെത്തിയത്. യുറാനസിൻ്റെ ഉപഗ്രഹത്തിന് S2023 U1 എന്നും നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹങ്ങൾക്ക് S2021 N1 എന്നും അതുപോലെ S2002 N5 എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. നെക്സ്റ്റ്, കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിക്ക് ബദലായി കേരളം പുറത്തിറക്കുന്ന അരിയുടെ പേര് എന്താണ്? കെ റൈസ്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിക്ക് ബദലായി കേരളം പുറത്തിറക്കുന്ന അരിയുടെ പേര് കെ റൈസ്. നെക്സ്റ്റ്, 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിന് പങ്കെടുക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട
ഇന്ത്യൻ താരം ആരാണ്? അഭിനവ് ബിന്ദ്ര. 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കുന്നതിനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്ര. നെക്സ്റ്റ്, 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? USA, മെക്സിക്കോ, കാനഡ. ഈ 3 രാജ്യങ്ങളാണ് 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഫൈനൽ വേദി എവിടെയാണ്? US മെറ്റ്ലൈഫ് സ്റ്റേഡിയം. അതായത് 2026 ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഫൈനൽ വേദി എവിടെയാണ്? US മെറ്റ്ലൈഫ് സ്റ്റേഡിയം. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനം കേരളം. പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനം കേരളം. നെക്സ്റ്റ്, ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി 2024 വേദി രാജസ്ഥാനിലെ പൊക്രാൻ. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി 2024 വേദി രാജസ്ഥാനിലെ പൊക്രാൻ. നെക്സ്റ്റ്, അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഫോർവേഡ് എന്ന ആത്മകഥ ആരുടേതാണ്? മുൻ ഹോക്കി മലയാളി താരമായ PR ശാരദയുടേതാണ് ഫോർവേഡ് എന്ന ആത്മകഥ. ഓർത്തുവയ്ക്കുക. അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഫോർവേഡ് എന്ന ആത്മകഥ ആരുടേതാണ്? മുൻ ഹോക്കി മലയാളി താരമായ PR ശാരദയുടേത്. നെക്സ്റ്റ്, തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം ഏതാണ്? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഈറോഡിലുള്ള തന്തൈ പെരിയാർ വന്യജീവി സങ്കേതമാണ് തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം. 18ാമത് വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം കേട്ടോ. അത് ഓർത്തു വയ്ക്കുക. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം ഏതാണ്? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതമാണ് ഇത്. ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, 1 വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി K-ലിഫ്റ്റ്. 1 വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി K-ലിഫ്റ്റ്. നെക്സ്റ്റ്, അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലേ കണ്ടെത്തി ലഭ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? കെയർ. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലേ കണ്ടെത്തി ലഭ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി കെയർ. നെക്സ്റ്റ്, നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ ഏതാണ്? അതിജീവനം. നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ് മേത്തയുടെ ആത്മകഥ ഏതാണ്? അതിജീവനം. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം ഏതാണ്? കോഴിക്കോട് ജില്ലയിലെ കാപ്പാടാണ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് കേട്ടോ. ഓർത്തു വയ്ക്കുക. കേരളത്തിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ ബീച്ച് കൂടിയാണ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട്. ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, 2023 ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മഹാരാഷ്ട്ര. 2ാം സ്ഥാനത്ത് തമിഴ്നാട്. വേദി തമിഴ്നാടായിരുന്നു. അതുപോലെ ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം വീരമംഗൈ. ഓർത്തുവയ്ക്കുക. 2023 ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മഹാരാഷ്ട്ര. വേദി തമിഴ്നാട്. അതുപോലെ 2ാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് തമിഴ്നാടിന് തന്നെയാണ്. അതുപോലെ ഭാഗ്യചിഹ്നം വീരമംഗൈ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം ഏതാണ്? അമേരിക്ക. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്ക. 2nd റഷ്യ, 3rd ചൈന, 4th ഇന്ത്യ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതി വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി. മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതി വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി. നെക്സ്റ്റ്, ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി സ്നേഹഹസ്തം. ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണത്തിന് സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി സ്നേഹഹസ്തം. നെക്സ്റ്റ്,
UN എന്ത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടക വർഷം. അന്താരാഷ്ട്ര ഒട്ടക വർഷം. അതുപോലെ ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷമാണ് 2025. ഓർത്തു വയ്ക്കുക. UN എന്ത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടക വർഷം. അതുപോലെ 2025 ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം. ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ടൈലർ സ്വിഫ്റ്റിൻ്റെ മിഡ് നൈറ്റ്സ്. ഓർത്തു വയ്ക്കുക. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൈലർ സ്വിഫ്റ്റിൻ്റെ മിഡ് നൈറ്റ്സ്. നെക്സ്റ്റ്, 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബമാണ് ദിസ് മൊമെൻറ്റ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ആണ് ദിസ് മൊമെൻറ്റ്. നെക്സ്റ്റ്, ലോകത്തിലെ ആദ്യ വേദഘടികാരം വരുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലാണ് ലോകത്തിലെ ആദ്യ വേദഘടികാരം വരുന്നത്. ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, 2024 ഫെബ്രുവരിയിൽ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജസ്പ്രീത് ബുംറ. 2024 ഫെബ്രുവരിയിൽ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജസ്പ്രീത് ബുംറ. നെക്സ്റ്റ്, 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് വേദികൾ? ലഡാക്ക്, ഗുൽമാർഗ്. ഭാഗ്യചിഹ്നം ഷീ ഇൻ ഷീ, അതായത് ഹിമപ്പുലിയാണ്. ഓർത്തു വയ്ക്കുക. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് വേദികൾ ലഡാക്ക്, അതുപോലെ ഗുൽമാർഗ്. ഭാഗ്യചിഹ്നം ഷീ ഇ ഷീ എന്ന ഹിമപ്പുലി. ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? ഈഫൽ ടവറാണ്. പാരീസിലുള്ള ഈഫൽ ടവറാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം. നെക്സ്റ്റ്, ഇന്ത്യ ഏത് അയൽരാജ്യവുമായിട്ടാണ് 1643 കിലോമീറ്റർ അതിർത്തിയിൽ വേലി കെട്ടാൻ തീരുമാനിച്ചത്? മ്യാൻമർ. ഇന്ത്യ ഏത് അയൽരാജ്യവുമായിട്ടാണ് 1643 കിലോമീറ്റർ അതിർത്തിയിൽ വേലി കെട്ടാൻ തീരുമാനിച്ചത്? മ്യാൻമർ. നെക്സ്റ്റ്, ലോകത്ത് ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരം ഏതാണ്? ലണ്ടൻ. ലോകത്ത് ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരമാണ് ലണ്ടൻ. അതുപോലെ ലോകത്ത് ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള 6ാമത്തെയും എന്നാൽ ഇന്ത്യയിലെ ഒന്നാമത്തെയും നഗരം ഏതാണ്? ബാംഗ്ലൂരാണ്. അതായത് ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരം ലണ്ടൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ള നഗരമാണ് ബാംഗ്ലൂർ ലോക റെക്കോർഡിൽ 6ാമതാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി നിയമിക്കപ്പെട്ടത് N. വാസുദേവൻ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി നിയമിക്കപ്പെട്ടത് N. വാസുദേവൻ. നെക്സ്റ്റ്, കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി? VK മോഹനൻ കമ്മിറ്റി. കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി VK മോഹനൻ കമ്മിറ്റി. നെക്സ്റ്റ്, കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് ഏതാണ്? അരഗവ്യൂഹം. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് അരഗവ്യൂഹം. നെക്സ്റ്റ്, മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥ എന്താണ്? ആത്മകഥ. മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ. നെക്സ്റ്റ്, തുടർച്ചയായി 3ാം തവണയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ജയ് ഷാ. തുടർച്ചയായി 3ാം തവണയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ് ഷാ. നെക്സ്റ്റ്, ഇന്ത്യൻ ആർമി വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസം ഡെവിൾ സ്ട്രൈക്ക്. ഇന്ത്യൻ ആർമി വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസം ഡെവിൾ സ്ട്രൈക്ക്. നെക്സ്റ്റ്, VT ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല എവിടെയാണ്? പാലക്കാട്. VT ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല പാലക്കാട്. നെക്സ്റ്റ്, ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം പോയം 3. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം പോയം 3, അതായത് PSLV ഓർബിറ്റൽ എക്സ്പെരിമെൻറ്റ് മൊഡ്യൂൾ 3 എന്നാണ് അതിൻ്റെ പേര്. നെക്സ്റ്റ്, ആദ്യമായി മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി ഏതാണ്? ന്യൂറാലിങ്ക്. ആദ്യമായി മനുഷ്യൻ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച
മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി ന്യൂറാലിങ്ക്. നെക്സ്റ്റ്, ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മൊണാലിസ എന്ന ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം ഫ്രാൻസിലെ ലുവർ മ്യൂസിയം. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മൊണാലിസ എന്ന ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം ഫ്രാൻസിലെ ലുവർ മ്യൂസിയം. നെക്സ്റ്റ്, ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ഓന്ത് വടക്കൻ കങ്കാരു ഓന്ത്. ഇടുക്കിയിൽ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ഓന്ത് ഏതാണ്? വടക്കൻ കങ്കാരു ഓന്ത്. ശാസ്ത്രീയ നാമം അഗസ്ത്യഗാമ എഡ്ജ്. ഓർത്തുവയ്ക്കുക, വടക്കൻ കങ്കാരു ഓന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് അഗസ്ത്യഗാമ എഡ്ജ്. നെക്സ്റ്റ്, 16-ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? ആനി ജോർജ് മാത്യു. 16-ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു. നെക്സ്റ്റ്, 2023 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. 2023 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറം കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. നെക്സ്റ്റ്, 2024 പാർലമെൻറ്റിലെ ഇടക്കാല ബജറ്റ് ആരംഭിച്ചത് എന്നാണ്? ഫെബ്രുവരി 1. 2024 പാർലമെൻറ്റിലെ ഇടക്കാല ബജറ്റ് ആരംഭിച്ചത് ഫെബ്രുവരി 1. നെക്സ്റ്റ്, 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിക്കപ്പെടുന്ന ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയിലെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS. നെക്സ്റ്റ്, പുതിയ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ. പുതിയ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ. നെക്സ്റ്റ്, ദേശീയ അണ്ടർ-23 വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയത് കേരളം. ദേശീയ അണ്ടർ-23 വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയത് കേരളം. നെക്സ്റ്റ്, മഞ്ഞ കാർഡിനും ചുവപ്പ് കാർഡിനും പുറമെ ഫുട്ബോൾ കളിയുടെ ഭാഗമാകുന്ന പുതിയ കാർഡ് ഏതാണ്? നീല കാർഡ്. മഞ്ഞ കാർഡിനും ചുവപ്പ് കാർഡിനും പുറമെ ഫുട്ബോൾ കളിയുടെ ഭാഗമാകുന്ന പുതിയ കാർഡാണ് നീല കാർഡ്. അതായത് പ്ലെയറിനെ 10 മിനിറ്റോളം ഗ്രൗണ്ടിന് പുറത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നീല കാർഡ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, പുതിയ കണക്കുകൾ പ്രകാരം നിലവിൽ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 80. പുതിയ കണക്കുകൾ പ്രകാരം നിലവിൽ, അതായത് 2024 ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം 80. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. ഒന്ന് ഓർത്ത് വയ്ക്കുക. ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം 80. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം തമിഴ്നാട്. നെക്സ്റ്റ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? നവാഫ് സലാം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് നവാഫ് സലാം. നെക്സ്റ്റ്, സൂര്യനിൽ നിന്നുള്ള കൊറോണൽ മാസ് ഇഞ്ചക്ഷനുകളുടെ ആഘാതം വിജയകരമായി കണ്ടെത്തിയ ISROയുടെ പേടകം ഏതാണ്? ആദിത്യ L1. സൂര്യനിൽ നിന്നുള്ള കൊറോണൽ മാസ് ഇഞ്ചക്ഷനുകളുടെ ആഘാതം വിജയകരമായി കണ്ടെത്തിയ ISROയുടെ പേടകമാണ് ആദിത്യ L1. 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ്, ഇന്ത്യയുടെ ആദ്യ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല MG സർവകലാശാല. ഇന്ത്യയുടെ ആദ്യ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല MG സർവകലാശാല. നെക്സ്റ്റ്, 2024 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസം ധർമ്മ ഗാർഡിയൽ. 2024 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസം ധർമ്മ ഗാർഡിയൽ. നെക്സ്റ്റ്, 2024 ഫെബ്രുവരിയിൽ 1935 മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം പിൻവലിച്ച സംസ്ഥാനം ഏതാണ്? അസമാണ്. 2024 ഫെബ്രുവരിയിൽ 1935 മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം പിൻവലിച്ച സംസ്ഥാനം ആസം. നെക്സ്റ്റ്, ഇന്ത്യയിലെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തൂത്തുക്കുടിയിലാണ്. അതായത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ കുലശേഖര പട്ടണത്തിലാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ലോകത്തിൽ ആദ്യമായി വിജയകരമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം ഏതാണ്? ഒഡീസിയസ്. US-ൻ്റെ ഒഡീസിയസ് ആണ് ലോകത്തിലെ ആദ്യമായി വിജയകരമായി
ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം. നെക്സ്റ്റ്, അടുത്തിടെ സംസ്ഥാന ലേബർ കമ്മീഷണർ ആയി ചുമതലയേറ്റ വ്യക്തി അർജുൻ പാണ്ഡ്യൻ. അടുത്തിടെ സംസ്ഥാന ലേബർ കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? അർജുൻ പാണ്ഡ്യൻ. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം. കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം തിരുവനന്തപുരത്തെ നന്ദിയോട്. ഓർത്തുവയ്ക്കുക, കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം നന്ദിയോട്, തിരുവനന്തപുരം. നെക്സ്റ്റ്, നാലാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം എന്താണ്? അഷ്ടലക്ഷ്മി എന്ന ചിത്രശലഭമാണ് നാലാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം. വേദി അസം. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിത ശ്രീപതി. ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിത ശ്രീപതി. നെക്സ്റ്റ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണ്? കാസർഗോഡാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല. നെക്സ്റ്റ്, ഏത് ചരിത്രപരമായ സംഭവത്തിൻ്റെ ശതാബ്ദി ആഘോഷമാണ് 2024 നടക്കുന്നത്? ആലുവ സർവമത സമ്മേളനം. ഏത് ചരിത്രപരമായ സംഭവത്തിൻ്റെ ശതാബ്ദി ആഘോഷമാണ് 2024 നടക്കുന്നത്? ആലുവ സർവമത സമ്മേളനം. 1924 ആലുവ സർവമത സമ്മേളനം നടന്നത്. ഓർത്തുവയ്ക്കാം. നെക്സ്റ്റ്, അടുത്തിടെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് കണ്ടെത്തിയ കടന്നൽ ഏതാണ്? കോണോബ്രഹ്മ MPG. അടുത്തിടെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് കണ്ടെത്തിയ കടന്നൽ കോണോബ്രഹ്മ MPG. നെക്സ്റ്റ്, സാഹിത്യരംഗത്ത് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 ദേശാഭിമാനി പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? M. മുകുന്ദൻ. സാഹിത്യരംഗത്ത് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 ദേശാഭിമാനി പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ M. മുകുന്ദൻ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം T-15. ജമ്മുവിലെ T-50 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം. നെക്സ്റ്റ്, കേരളത്തിൽ ആദ്യമായി അധ്യാപന മേഖലയിൽ അവതരിപ്പിച്ച AI അധ്യാപിക ആരാണ്? ഐറിസ്. കേരളത്തിൽ ആദ്യമായി അധ്യാപന മേഖലയിൽ അവതരിപ്പിച്ച AI അധ്യാപിക ആരാണ്? ഐറിസ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ പിയർ ആൻ്റണി ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച ഛായാഗ്രാഹകനും സംവിധായകനുമായ വ്യക്തി ആരാണ്? സന്തോഷ് ശിവൻ. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ പിയർ ആൻ്റണി ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച ഛായാഗ്രാഹകനും സംവിധായകനുമായ വ്യക്തി സന്തോഷ് ശിവൻ. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകമായ കോഡെക്സ് ലെസ്റ്ററിൻ്റെ രചയിതാവ് ആരാണ്? ലിയനാർഡോ ഡാവിഞ്ചി. ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകമായ കോഡെക്സ് ലെസ്റ്ററിൻ്റെ രചയിതാവ് ലിയനാർഡോ ഡാവിഞ്ചി. നെക്സ്റ്റ്, ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിപ്പിച്ചിട്ടില്ലാത്തവർക്ക് സാക്ഷരതാ മിഷൻ ആരംഭിച്ച സർട്ടിഫിക്കറ്റ് കോഴ്സ് പച്ച മലയാളം. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്ക് സാക്ഷരതാ മിഷൻ ആരംഭിച്ച സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ച മലയാളം. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് ഘൃതു ബെഹറി. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ഘൃതു ബെഹറി. നെക്സ്റ്റ്, ഓസ്ട്രേലിയയിലെ വർണ്ണവിവേചന സമിതിയുടെ അധ്യക്ഷനായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ഗിരിധരൻ ശിവരാമൻ. ഓസ്ട്രേലിയയിലെ വർണ്ണവിവേചന സമിതിയുടെ അധ്യക്ഷനായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ഗിരിധരൻ ശിവരാമൻ. നെക്സ്റ്റ്, കേരളത്തിൻ്റെ പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി ആരാണ്? ബിജു പ്രഭാകരൻ. കേരളത്തിൻ്റെ പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി കേരളത്തിൽ പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി ആരാണ്? ബിജു പ്രഭാകരൻ. നെക്സ്റ്റ്, 2024 ഫെബ്രുവരിയിൽ പൊന്മുടിയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി പാറമുത്തൻ മുളവാളൻ. 2024 ഫെബ്രുവരിയിൽ പൊന്മുടിയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി പാറമുത്തൻ മുളവാലൻ. നെക്സ്റ്റ്, ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നാണ് ലോകത്തിൽ ആദ്യമായി തടി കൊണ്ടുള്ള കൃത്രിമോപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്? അമേരിക്ക, ജപ്പാൻ. ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നാണ് ലോകത്തിൽ ആദ്യമായി തടി കൊണ്ടുള്ള കൃത്രിമോപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്? ഏതൊക്കെയാണ്? അമേരിക്ക, ജപ്പാൻ. നെക്സ്റ്റ്, വാധ്വാൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം. വാധ്വാൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര.
നെക്സ്റ്റ്, അടുത്തിടെ പ്രവർത്തനരഹിതമായ ISROയുടെ സാറ്റലൈറ്റ് കാർട്ടോസാറ്റ് 2. അടുത്തിടെ പ്രവർത്തനരഹിതമായ ISROയുടെ സാറ്റലൈറ്റാണ് കാർട്ടോസാറ്റ് 2. നെക്സ്റ്റ്, വനം നടുന്നതിൽ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വനമിത്ര എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഹരിയാന. മരം നടുന്നതിൽ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വനമിത്ര എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഹരിയാന. നെക്സ്റ്റ്, 2024 തെലങ്കാന സർക്കാർ സംസ്ഥാന ഗാനമായി അംഗീകരിച്ച ജയ ജയ ഹേ തെലുങ്കാന രചിച്ചത് ആരാണ്? ആൻഡെ ശ്രീ. അതായത് 2024 തെലങ്കാന സർക്കാർ സംസ്ഥാന ഗാനമായി അംഗീകരിച്ചത് ഏതാണ്? ജയ ജയ ഹേ തെലങ്കാന. ഇത് രചിച്ചത് ആൻഡെ ശ്രീയാണ്, ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഇന്തോനേഷ്യൻ പ്രസിഡൻ്റായി അധികാരത്തിലേറിയത് ആരാണ്? പ്രബാവോ സുബിയാൻഡോ. ഇന്തോനേഷ്യൻ പ്രസിഡൻ്റായി ഏറിയത് പ്രബാവോ സുബിയാൻഡോ. നെക്സ്റ്റ്, മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള പദ്ധതി അടൽ വയോ അഭ്യുദയ് യോജന. മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കി കൊണ്ടുള്ള പദ്ധതി ഏതാണ്? അടൽ വയോ അഭ്യുദയ് യോജന. നെക്സ്റ്റ്, പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കാവ്യം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ആർ നന്ദകുമാർ. പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കാവ്യം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആർ നന്ദകുമാർ. നെക്സ്റ്റ്, സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സാമൂഹികനീതി വകുപ്പ് ഒരുക്കുന്ന പുനരധിവാസ ഗ്രാമ പദ്ധതി ഏതാണ്? സ്നേഹഗ്രാമം. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സാമൂഹികനീതി വകുപ്പ് ഒരുക്കുന്ന പുനരധിവാസ ഗ്രാമ പദ്ധതി സ്നേഹഗ്രാമം. നെക്സ്റ്റ്, കേരളത്തിൽ സ്നേഹഗ്രാമങ്ങൾ നിലവിൽ വരുന്നത് എവിടേക്കാണ്? 3 സ്ഥലത്താണ് നിലവിൽ വരുന്നത്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ അഴൂർ, കൊല്ലം ജില്ലയിലെ പത്തനാപുരം, മലപ്പുറം ജില്ലയിലെ കുറുമ്പത്തൂർ. ഓർത്തുവയ്ക്കുക, കേരളത്തിൽ സ്നേഹഗ്രാമങ്ങൾ നിലവിൽ വരുന്നത് 3 ഇടങ്ങളിലാണ്. എവിടേക്കാണ്? തിരുവനന്തപുരം ജില്ലയിലെ അഴൂർ, കൊല്ലം ജില്ലയിലെ പത്തനാപുരം, മലപ്പുറം ജില്ലയിലെ കുറുമ്പത്തൂർ. നെക്സ്റ്റ്, സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 പൂന്താനം സ്മാരക അവാർഡ് ജേതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പി. സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 പൂന്താനം സ്മാരക അവാർഡിൻ്റെ ജേതാവ് ശ്രീകുമാരൻ തമ്പി. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തെ കരിക്കകത്താണ് നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്തെ കരിക്കകം. നെക്സ്റ്റ്, കേരളത്തിൽ മത്സ്യഫെഡിൻ്റെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് പറവൂർ. കേരളത്തിൽ മത്സ്യഫെഡിൻ്റെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് പറവൂർ. നെക്സ്റ്റ്, സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 5ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രം ദ ഗ്രീൻ ബോർഡർ. വേദി എറണാകുളം. ഓർത്തുവയ്ക്കുക, സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 5ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രമാണ് ദ ഗ്രീൻ ബോർഡർ. വേദി എറണാകുളം. നെക്സ്റ്റ്, ഡോക്ടർ BR അംബേദ്കർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡ് 2024 ലഭിച്ച മലയാളി ആരാണ്? ചെറുവയൽ രാമൻ. ഡോക്ടർ BR അംബേദ്കർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡ്സ് 2024 ലഭിച്ച മലയാളി ചെറുവയൽ രാമൻ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി നിലവിൽ വരുന്ന നഗരം എവിടെയാണ്? ഹൈദരാബാദ്. സലാർജംഗ് മ്യൂസിയത്തിലാണ് നിലവിൽ വരുന്നത്. ഓർത്തുവയ്ക്കുക, ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി നിലവിൽ വരുന്ന നഗരമാണ് ഹൈദരാബാദ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയത് ഏതാണ്? ജർമ്മനിയാണ്. ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയത് ജർമ്മനി. നെക്സ്റ്റ്, ഓൺലൈൻ ഡാറ്റാബേസായ നംബ്യോ തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരം അബുദാബി. ഓൺലൈൻ ഡാറ്റാബേസായ നംബ്യോ തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരം അബുദാബി. നെക്സ്റ്റ്, 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ദേവിക രേഖെ, നോവൽ ക്വാർട്ടർ ലൈഫ്. 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ദേവിക രേഖെ, നോവൽ ക്വാർട്ടർ ലൈഫ്.
നെക്സ്റ്റ് 2024 ഫെബ്രുവരിയിൽ യുവതീ യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? മ്യാൻമർ. 2024 ഫെബ്രുവരിയിൽ യുവതീ യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ രാജ്യമാണ് മ്യാൻമർ. നെക്സ്റ്റ്, ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം ആകുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാകുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. നെക്സ്റ്റ്, ബ്രിട്ടീഷ് കാലം മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ബ്രിട്ടീഷ് കാലം മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാനം കേരളം. നെക്സ്റ്റ്, PJ ആൻ്റണി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ PJ ആൻ്റണി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി കരിവെള്ളൂർ മുരളി. PJ ആൻ്റണി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ PJ ആൻ്റണി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി കരിവെള്ളൂർ മുരളി. നെക്സ്റ്റ്, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, മണ്ഡല പുനർനിർണയ പരിപാടി എന്നിവയ്ക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന മണ്ഡല പുനർനിർണയം നടപടി എന്നിവയ്ക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള സമിതി അധ്യക്ഷൻ ആരാണ്? രാംനാഥ് കോവിന്ദാണ്. അത് ഓർത്തു വയ്ക്കുക. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനുള്ള സമിതി അധ്യക്ഷനാണ് രാംനാഥ് കോവിന്ദ്. നെക്സ്റ്റ്, കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായ വന്ധ്യതാ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ജനനി. കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായ വന്ധ്യതാ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ജനനി. നെക്സ്റ്റ്, ഫിൻലാൻഡിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ആരാണ്? അലക്സാണ്ടർ സ്റ്റബ്ബ്. ഫിൻലാൻഡിൻ്റെ പുതിയ പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ്ബ്. നെക്സ്റ്റ്, 2024 ലോക ഗവൺമെൻറ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ദുബായ്. 2024 ലോക ഗവൺമെൻറ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ദുബായ്. നെക്സ്റ്റ്, 2024 കടമ്മനിട്ട രാമകൃഷ്ണ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? റഫീഖ് അഹമ്മദിനാണ്. 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദ്. നെക്സ്റ്റ്, പാഴ്സൽ ഭക്ഷണത്തിൻ്റെ കവറിനു പുറത്ത് ലേബൽ പതിക്കണമെന്ന നിയമം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുവാൻ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ലേബൽ. പാഴ്സൽ ഭക്ഷണത്തിൻ്റെ കവറിനു പുറത്ത് ലേബൽ പതിക്കണമെന്ന നിയമം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധന എന്താണ്? ഓപ്പറേഷൻ ലേബൽ. നെക്സ്റ്റ്, കേരള ബജറ്റ് 2024 അവതരിപ്പിച്ച ധനമന്ത്രി KN ബാലഗോപാൽ. കേരള ബജറ്റ് 2024 അവതരിപ്പിച്ച ധനമന്ത്രി KN ബാലഗോപാൽ. നെക്സ്റ്റ്, കേരള സാംസ്കാരിക വകുപ്പ് 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്ക് 2024 വേദിയാകുന്നത് എവിടെയാണ്? തൃശ്ശൂർ. കേരള സാംസ്കാരിക വകുപ്പ് 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്ക് 2024 വേദിയാകുന്നത് തൃശ്ശൂർ. നെക്സ്റ്റ്, ജലത്തിനടിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ആണവശേഷിയുള്ള ഡ്രോൺ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? ഉത്തര കൊറിയ. ജലത്തിനടിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ആണവശേഷിയുള്ള ഡ്രോൺ വികസിപ്പിച്ചെടുക്കുന്ന രാജ്യം ഉത്തര കൊറിയ. നെക്സ്റ്റ്, ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷൻ ഏതാണ്? അനുവാദിനി. ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷൻ അനുവാദിനി. നെക്സ്റ്റ്, വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന മഹതാരി വന്ദൻ യോജന പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന മഹതാരി വന്ദൻ യോജന പദ്ധതി ആരംഭിച്ചത് ഛത്തീസ്ഗഡ്. നെക്സ്റ്റ്, ശരീരത്തിൽ സംഭവിക്കുന്ന മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്ന ഉപകരണം വികസിപ്പിച്ച സ്ഥാപനം ഡൽഹി എയിംസ്. ശരീരത്തിൽ സംഭവിക്കുന്ന മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്ന ഉപകരണം വികസിപ്പിച്ച സ്ഥാപനം ഡൽഹി എയിംസ്. നെക്സ്റ്റ്, 2024 ജനുവരിയിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ചെയർമാനായി നിയമിതനായത് ആരാണ്? അനിൽകുമാർ ലാഹോട്ടി. 2024 ജനുവരിയിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അഥവാ ട്രായിയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ്? അനിൽകുമാർ ലാഹോട്ടി. നെക്സ്റ്റ്, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ആരാണ്? മനോഹർ ജോഷി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി
മനോഹർ ജോഷി. നെക്സ്റ്റ്, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പങ്കജ് ഉദാസ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. ഗസൽ കലാകാരനായിരുന്നു, അതൊന്ന് ഓർത്ത് വയ്ക്കുക. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പങ്കജ് ഉദാസ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? സംഗീതം. ഗസൽ കലാകാരനായിരുന്നു. നെക്സ്റ്റ്, 2024 ഫെബ്രുവരിയിൽ 20 വർഷം പൂർത്തിയാക്കുന്ന സാമൂഹ്യ മാധ്യമം ഏതാണ്? ഫേസ്ബുക്ക്. 2024 ഫെബ്രുവരിയിൽ 20 വർഷം പൂർത്തിയാക്കുന്ന സാമൂഹ്യ മാധ്യമം ഫേസ്ബുക്ക്. നെക്സ്റ്റ്, സംവരണ സമുദായങ്ങളിലെ മികച്ച പാർലമെൻറ്റേറിയനുള്ള പ്രഥമ അംബേദ്കർ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കൊടിക്കുന്നിൽ സുരേഷ്. സംവരണ സമുദായങ്ങളിലെ മികച്ച പാർലമെൻറ്റേറിയനുള്ള പ്രഥമ അംബേദ്കർ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ചത് കൊടിക്കുന്നിൽ സുരേഷ്. നെക്സ്റ്റ്, ONV കുറുപ്പിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉൾപ്പെടുത്തി ഗോപി നാരായണൻ രചിച്ച കൃതി കാവ്യസൂര്യൻ്റെ യാത്ര. ഓർത്തുവയ്ക്കുക, ONV കുറുപ്പിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉൾപ്പെടുത്തി ഗോപി നാരായണൻ രചിച്ച കൃതി കാവ്യസൂര്യൻ്റെ യാത്ര. നെക്സ്റ്റ്, 2024 71ാമത് മിസ് വേൾഡ് മത്സരത്തിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 2024 71ാമത് മിസ് വേൾഡ് മത്സരത്തിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് ടീം റിസോർട്ട് ഏതാണ്? ലോർഡ്സ് 83. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് ടീം റിസോർട്ട് ലോർഡ്സ് 83. നെക്സ്റ്റ്, കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ആരംഭിച്ച ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? മൺകുരൽ. കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ആരംഭിച്ച ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം മൺകുരൽ. നെക്സ്റ്റ്, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച റേഡിയോ അവതാരകനും പത്മശ്രീ ജേതാവുമായ വ്യക്തി അമീൻ സയാനി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച റേഡിയോ അവതാരകനും പത്മശ്രീ ജേതാവുമായ വ്യക്തി അമീൻ സയാനി. നെക്സ്റ്റ്, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മൈക്ക് പ്രൊക്ടർ ഏത് കായിക ദിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മൈക്ക് പ്രൊക്ടർ ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ്, 2024 ഫെബ്രുവരി 21 അന്തരിച്ച സുപ്രീം കോടതിയിലെ മുൻ അഭിഭാഷകൻ ഫാലി എസ് നരിമാൻ. 2024 ഫെബ്രുവരി 21 അന്തരിച്ച സുപ്രീം കോടതിയിലെ മുൻ അഭിഭാഷകൻ ഫാലി എസ് നരിമാൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്. ഓർത്തുവയ്ക്കുക, ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ഫാലി എസ് നരിമാൻ്റെ ആത്മകഥയാണ്, ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം കേശവൻ നമ്പീശൻ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം കേശവൻ നമ്പീശൻ. നെക്സ്റ്റ്, 2024 ഫെബ്രുവരി 10 അന്തരിച്ച ലോക പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ വ്യക്തി ആരാണ്? എ രാമചന്ദ്രൻ. 2024 ഫെബ്രുവരി 10 അന്തരിച്ച ലോക പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ മലയാളി എ രാമചന്ദ്രൻ. നെക്സ്റ്റ്, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച NK ദേശം പ്രശസ്തനായ മേഖല സാഹിത്യം. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച NK ദേശം പ്രശസ്തനായ മേഖല സാഹിത്യം. നെക്സ്റ്റ്, സ്വരാജ് ട്രോഫി 2022-23. സ്വരാജ് ട്രോഫി 2022-23 തിരഞ്ഞെടുത്ത മികച്ച ജില്ലാ പഞ്ചായത്താണ് തിരുവനന്തപുരം. മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം. അതുപോലെ മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുത്തത് അതും തിരുവനന്തപുരം തന്നെയാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം, അതുപോലെ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്, കോട്ടയം ജില്ലയിലെ വൈക്കം. ഇത് മൂന്നുമാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത്. ഏതൊക്കെയാണ്? കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം, മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്, കോട്ടയം ജില്ലയിലെ വൈക്കം. നെക്സ്റ്റ്, മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുത്തത് ഗുരുവായൂരാണ്, തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ. നെക്സ്റ്റ്, മികച്ച ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് വലിയപറമ്പ. ഓർത്തുവയ്ക്കുക, സ്വരാജ് ട്രോഫി 2022-23 മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം, മികച്ച കോർപ്പറേഷനും തിരുവനന്തപുരം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം, അതുപോലെ മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ, മികച്ച ഗ്രാമപഞ്ചായത്ത് വലിയപറമ്പ. നെക്സ്റ്റ്, ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് 2024. അതിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഓപ്പൺ ഹൈമർ. മികച്ച നടൻ കിലിയർ മർഫി, അതായത് ഓപ്പൺ ഹൈമറിൽ അഭിനയിച്ചതിനാണ് കിലിയർ മർഫിക്ക് മികച്ച നടൻ
പുരസ്കാരം ലഭിച്ചത്. മികച്ച നടി എമ്മ സ്റ്റോൺ, ചിത്രം പുവർ തിങ്സ്. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ, ഓപ്പൺഹൈമറിൻ്റെ സംവിധായകനാണ്. അതുപോലെ മികച്ച തിരക്കഥ അനാറ്റമി ഓഫ് എ ഫോൾ, ജസ്റ്റിൻ ട്രൈറ്റനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്.